എങ്ങനെ വിൽക്കായ പ്രശ്നം? ഈ ചെരുപ്പ് ഇത് ആദ്യം 60 റുപ്യ പറ എങ്ങനെ വിൽക്കായ പറ എങ്ങനെ വിൽക്കുക? ആദ്യം 80 പറഞ്ഞ ഇതൊരു ചെരുപ്പ് ഇട്ടാ ഈ ഒരു ബാഗിലല്ലേ പറഞ്ഞു കംപ്ലൈന്റ് കൊടുക്കാം. നമുക്ക് കംപ്ലൈന്റ് എടുക്കാൻ അറിയാം. നമുക്ക് മലയാളം അറിയാം. ഇതെടുത്തു ഏത് കംപ്ലൈന്റ് ബോക്സ്? ഉള്ളത് മംഗലാപുരം സിറ്റി സെന്റർ മാളിലാണ്. സിറ്റി സെന്റർ മാളിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവിടുത്തെ പെണ്ണുങ്ങൾ ലഗേജ് ആദ്യം സാറ് പറഞ്ഞത് ഈ പെണ്ണുങ്ങൾ ആദ്യം പറഞ്ഞ് വലിയ കംപ്ലൈന്റ് കൊടുത്തോ. ആദ്യം പറഞ്ഞ 60 റുപ്യ എന്ന് പറഞ്ഞില്ല. വേറെ വേഗം നോക്കാം. ഓക്കെ ശരി, ഇതിന്റെ ഒരു ചെരുപ്പ് ഇട്ടാൽ ഇത് ബിഗായി പറഞ്ഞു. പിന്നെ 50 റുപ്യ വേണമെന്ന് പറഞ്ഞു. എന്തെല്ലാം പരിപാടി ഇവിടെ ഈ പെണ്ണുങ്ങൾ ഇതിന്റെ ആള് ഫോട്ടോ വരും കംപ്ലൈന്റ് ചെയ്യും. നമ്മളിവിടെ എത്തിയത് രാത്രി ഒരു 7 മണി 7 ആകുമ്പോൾ. അപ്പോൾ ഇവർ പറഞ്ഞാൽ 9 വരെ ഉള്ളൂ. ഓക്കെ ശരി, 9 വരെ ആയിക്കോട്ടെ, നമുക്കത് ലഗേജ് വെക്കാം. അപ്പോൾ ആദ്യം ആ സഞ്ചിക്ക് പറഞ്ഞു ബിഗ് ആണ്, അതിന് 60 റുപ്യ വേണമെന്ന് പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ വേറൊരു ഷൂ ഉണ്ടായിരുന്നു, ചെറിയൊരു കവറിൽ. അപ്പോൾ ആ ഷൂ എടുത്തിട്ട് ആ കവറിലേക്ക് ഇട്ടു. ആ കവറിലിട്ടിട്ട് പെണ്ണുങ്ങൾ അപ്പോഴാണ് പറഞ്ഞാൽ 80 റുപ്യ വേണം. ഒരു ബാഗിനല്ലേ പൈസ പറയുന്നത്. അപ്പോൾ പിന്നെ 80 റുപ്യ. അത് ആകെ ആലോചിക്കണം, 1.5 മണിക്കൂറേക്കേ സമയമുള്ളൂ. 1.5 മണിക്കൂർ 9 നമുക്ക് എടുക്കണം. എൻ്റെ അവിടെയുള്ള വേറൊരു സ്റ്റാഫും വന്നു അവിടെ. അല്ല എന്താ വിഷയം എങ്ങനെ? കന്നഡ വരത്തില്ല, ഇംഗ്ലീഷ് കന്നഡ വരത്തില്ല. അല്ല അവര് പറയട്ടെ അല്ല ഓരോ ആൾക്കാർക്ക് ഓരോ ബാഗുണ്ട്. മാളിൽ വരുന്നവർക്ക് ഇവിടെ വരാം. ലഗേജ് കൊണ്ടുള്ള പ്രശ്നം ഇപ്പോൾ ഇവര് പറഞ്ഞു ഇതിന്റെ പുറത്തൊരാളെ ഇരുത്തിപ്പിച്ചിട്ട് വെക്കാൻ. നമ്മൾ ചങ്ങായി ഇവിടെ നിൽക്കുന്നു പറഞ്ഞു. പക്ഷേ നിൽക്കുന്ന പറഞ്ഞ സമയത്ത് എന്ന് വെച്ചാൽ ഇത്ര വേഗ് പാടില്ല. അതെങ്ങനെ നമ്മൾ ഓരോ ആൾക്കാർ മാളിലേക്ക് വരുന്നവർക്ക് അലൗഡാണ്. മാളിലേക്ക് വരുമ്പോൾ ഓരോ ആൾക്കാർ ഓരോ ലഗേജാണ് ഇവിടെ ഉള്ളത്. അതെങ്ങനെ ഇവർ അലൗഡ് അല്ല എന്ന് പറയല്? ഇതാണ് സിറ്റി സെന്ററിൽ ഉള്ള പ്രശ്നങ്ങളാണിത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് മാളല്ലേ? അല്ല അപ്പൊ ഇത് മാളിന്റെ സാധനമല്ല, പാർട്ടല്ല. ഇവിടെ ഇതിന്റെ മുമ്പിൽ പാനലോൺസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒന്നും ലഗേജ് വെച്ചിട്ട് ഇരിക്കാൻ പാടില്ല. ഒരു മാളിന്റെ ഉള്ളിൽ ഇപ്പൊ ഇവർക്ക് വേറെ രക്ഷയിലാണ് പറഞ്ഞാൽ മാളിന്റെ ഉള്ളിലേക്ക് എടുത്ത് കയറ്റിക്കോന്നു. മനസ്സിലായില്ലേ? അങ്ങനെ ഉള്ളത് നമ്മൾ മാളിന്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് അപ്പൊ ഇത് എല്ലാവരും അറിയണം കേട്ടോ. ഇവിടുത്തെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ സെക്യൂരിറ്റി കുറിച്ചിക്കണമൊന്നും ഇല്ല. അവിടെ ആരോ അടിക്കുന്നതാണ്. മാനേജ്മെന്റ് ടീം വന്നിട്ട് അവർ പറഞ്ഞാൽ നിങ്ങളുടെ അവർ പൈസ മേടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പൈസ മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ ആദ്യം പൈസേന്റെ കാര്യം പറഞ്ഞില്ല. അവർക്കൊന്നും പറയാനില്ല. പിന്നെ അടുത്ത ന്യായം നിങ്ങൾ ഇതിന്റെ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ എന്താ ചെയ്ത് അങ്ങനെ ഇങ്ങനെയാന്നുള്ള രീതിയിൽ ഫുള്ളായിട്ട് ഷൗട്ട്. ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം തന്നെ. കാരണം വെച്ചാൽ അവർ പൈസ മേടിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഈ പെണ്ണുങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾ പറയുന്നത് ഇങ്ങനെ പറയാം. അപ്പോൾ അവർക്ക് മനസ്സിലായി സംഭവം ന്യായം നമ്മളെ ഭാഗത്താണുള്ളത്. കാരണം അതുകൊണ്ട് പിന്നെ അവരധികം ഒന്നും പറയാൻ നിൽക്കുന്നില്ല. അവർ പറഞ്ഞാൽ നിങ്ങളിത് പൈസ മേടിച്ചില്ല പിന്നെ നിങ്ങളെന്താ പ്രശ്നം? അപ്പോൾ പൈസ മേടിച്ചാൽ അവർ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പൈസ മേടിക്കില്ല. അതന്നെ ആ സ്വഭാവം. ആ ലഗേജ് റൂമിൽ ഒരു തിരക്കോ ഇല്ല. അതായത് ലഗേജിന് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ കാലിയായിരുന്നു അവിടെ വെക്കാൻ. അതിനാണ് ആ ഒരു സഞ്ചിയിൽ. ആ സഞ്ചിക്ക് ആദ്യം അവർ പറഞ്ഞ പൈസയാണ് 60 റുപ്യ. പിന്നെ അതിലൊരു ആ സഞ്ചിയിൽ സ്പേസ് ഉണ്ട്. സ്പേസിൽ ഒരു ഇത് കൂടി ഇട്ടാണ് അവർ പറഞ്ഞത് അത് ബിഗായി 80 റുപ്യ വേണമെന്ന്. അത് നിങ്ങൾ ആലോചിക്കണം. ഏറെക്ക് വന്നിട്ട് 9 അവർ എടുക്കണം. നമ്മൾ ഓക്കെ ശരി 9 എടുക്കാം. അന്നേരമാണ് 60 റുപ്യ സംബന്ധിച്ച് ആ ബാഗ് വെക്കാൻ പോയത്. അന്നേരമാണ് അവർ പിന്നെയും പൈസ മാറ്റി. അവസാനം പറഞ്ഞ വെച്ചാൽ ഇവിടെ ഇങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. കാരണം അവർക്ക് പിന്നെ ഇത് പറഞ്ഞത് എന്തായാലും മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു ഓക്കെ ശരി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയട്ടെ. ഈ കാര്യം ഇവിടെ മാളിൽ വരുന്ന ഈ ഒരു 1.5 മണിക്കൂർ വെക്കാൻ ഇത്ര പൈസയാണ്. അത് ഒരു സാധനം ആദ്യം പറഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ഒരു ചെരുപ്പ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം കയറ്റുമ്പോൾ ആ സെയിം ബാഗിൽ തന്നെ ഇടുമ്പോൾ പൈസ കൂടുതലാണെന്നുള്ളത് ആൾക്കാർ അറിയട്ടെ. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇവിടുത്തെ സ്വഭാവം. സ്വഭാവം വെച്ചാൽ അത്രയും വൃത്തിയായിട്ട രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഇങ്ങനത്തെ ഒരു ടീമിനെ ഞാൻ കണ്ടു. അത് മാളിലൊരു ലഗേജ് വെക്കണം, മാളിലേക്ക് കയറി നമ്മളവിടുന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ വെറുതെ പോയതൊന്നുമല്ല. കാരണം അത്യാവശ്യം സാധനം വേണമെങ്കിൽ ഫുഡ് കോർട്ടിലൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് തന്നെ പോയതായിരുന്നു. പക്ഷേ ഇവന്മാർ ഈ സ്വഭാവം കാരണം അവിടുന്ന് ഫുഡ് കഴിച്ചില്ല. അവിടെ തന്നെയുള്ള ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല 1500 റുപ്യന്റെ ബില്ലാക്കിയിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ അതിന്റെ മുകളിൽ പോയിട്ട് പിന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന അതായത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ മാളിലേക്ക് പോകുമ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ ലഗേജ് ഉണ്ടായില്ല. അതായത് ഓരോ ബാഗോ പിന്നെ ഉണ്ടായതാണ് ആ എക്സ്ട്രാ ഒരു കവർ. വേറെ ഒരു ബാഗോ കാര്യങ്ങളൊന്നും അധികം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടാണ് അവർ പറഞ്ഞത് അത് എല്ലവിടെ അല്ല, അവിടെ ലഗേജ് വെക്കാൻ പറ്റത്തില്ല. അവിടെ വെക്കുമ്പോൾ അതായത് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവിടെ പുറത്ത് കണ്ടില്ല, അവിടെ ഇരുന്നിട്ട് അത്ര കൂടുതൽ ലഗേജ് വെക്കാൻ പാടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാന്ന് പറഞ്ഞാൽ ഒരാൾ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇത്ര ലഗേജ് വെക്കാൻ പാടില്ല. അതാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നത്. സംഭവം നമ്മൾ എല്ലാവർക്കും ഓരോ ബാഗേ ഉള്ളൂ. എന്നിട്ട് പോലും അവർ വെക്കാൻ വിട്ടിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞാൽ അങ്ങനെ ഇല്ല, നിങ്ങളെന്നത് ഉറപ്പായിട്ടൊന്ന് പറ, വീഡിയോയിൽ പറയാന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് ഇവിടെ വെക്കറ് ലഗേജ് റൂമിന്റെ മുമ്പിലൊക്കെ ഉള്ളിൽ കയറിക്കുമെന്ന് പറഞ്ഞു. ഇനി നമ്മളത് എടുത്തിട്ട് എന്ത് ചെയ്ത് അവിടെ 2 ബാഗ് വരുന്ന വെച്ചിട്ട് ബാക്കിയെല്ലാ ബാഗ് എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. അവർക്ക് അത്രയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നിയമമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് അവന്മാർ പറയുന്ന വർത്താനാണ്. മനസ്സിലായില്ലേ? എത്രയും വൃത്തിയായിട്ട് ആ പെണ്ണുങ്ങളെ സ്വഭാവമാണെങ്കിൽ പറയാൻ പറ്റൂല. അമ്മാരി രീതിയിലാണ് പെണ്ണുങ്ങൾ പറഞ്ഞത്. സെക്കൻഡ് കൊണ്ടാണ് വാക്ക് മാറ്റിയിട്ട് എന്നാൽ ഷീറ്റ് കാണിക്കും. അങ്ങനെ ലഗേജിന്റെ ഇത്രയുള്ള ഇതെങ്കിൽ ഷീറ്റ് കാണിക്കും. ഒന്നുമില്ല. അവിടെ ഒരു വേറെ ഒന്ന് എഴുതി വെക്കല കാര്യങ്ങൾ. ഇവർക്ക് തോന്നുന്ന പൈസ പറയലാണ്. മനസ്സിലായില്ലേ?